PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിന്റെയും GKയുടെയും എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിലെ ശ്രേണികൾ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഈസി ആയിട്ട് പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ശ്രേണികൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു 2 വീഡിയോ കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് വരിക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റു ചോദ്യങ്ങൾ കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ലാത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ കുറേ ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് സ്പീഡായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 2/4, 4/8, 8/16, 16/32 ഇതാണ് നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത്. അടുത്ത നമ്പർ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഭിന്നസംഖ്യയുടെ ശ്രേണിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ 2/4, 4/8, 8/16 ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ് അല്ലേ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 2, 4, 8, 16 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16. അപ്പോൾ അതിൻ്റെ ഇവിടെ എന്തായിരിക്കും? 16ന്റെ ഇരട്ടി ആയിരിക്കും അല്ലേ. 16ന്റെ ഇരട്ടി എത്രയാണ്? 32. അതുപോലെ ഇവിടെ ഇവിടെ 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. അപ്പം ഇനി അടുത്തത് എന്തായിരിക്കും? 32ന്റെ ഇരട്ടിയായിരിക്കും അല്ലേ, 64 എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പോൾ 32/64 ആയിരിക്കും അല്ലേ. ഇത് വളരെ ഈസിയാണ്, എങ്കിലും ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നോക്കുക എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം 2, 4, 8, 16 എന്ന് പറയുമ്പോൾ ഇരട്ടിയാണ് അല്ലേ. ഓരോന്നിൻ്റെയും ഇരട്ടിയായിട്ടാണ് പോകുന്നത്. സോ നമ്മൾ എഴുതി നമ്മുടെ ആൻസർ എത്രയാണ്? 32/64. അടുത്ത ചോദ്യം നോക്കാം. √3, 3, 3√3, 9, 9√3 അല്ലേ. ഇതാണ് തന്നിരിക്കുന്നത്. അടുത്തതാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ റൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ ചിലവർ ചോദ്യം സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട, വളരെ ഈസിയാണ്. നോക്കാം, ഇവിടെ √3 ആണ്. അപ്പോൾ √3 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ആണ് അല്ലേ. √3 ആണ് ഇവിടെ. 9√3 എന്ന് പറഞ്ഞാൽ 9 × √3 എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇവിടെ √3 കൊണ്ട് ഗുണിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഗുണിക്കലാണെങ്കിൽ ഇവിടെ നോക്കാം, √3 × √3 ചെയ്താലാണ് അല്ലേ. റൂട്ടിനെ റൂട്ട് കൊണ്ട് തന്നെ ഗുണിച്ചാൽ റൂട്ട് അവിടെ ക്യാൻസലായി പോകും അല്ലേ. √3 × √3 ചെയ്താൽ നമുക്ക് റൂട്ട് ക്യാൻസലായി പോയിട്ട് 3 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആ കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. റൂട്ടിനകത്ത് √3 × √3 എന്ന് വെച്ചാൽ റൂട്ട് ക്യാൻസലായി ആ സംഖ്യ മാത്രമാവും അല്ലേ. അപ്പോൾ √3 × √3 3 ആണ്. സോ ഇവിടെ √3 ആണ് ഫസ്റ്റ് അല്ലേ. √3 ഉണ്ട്, ദെൻ അടുത്തത് 3 ആണ്. 3യെ നമുക്ക് എങ്ങനെ എഴുതാം? √3 × √3 എന്ന് എഴുതിയാൽ എന്ത് തന്നെയാണ് അർത്ഥം? 3 ആണ് അല്ലേ. അടുത്തത് 3 × √3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 3 കിട്ടി. ആ 3നെ എന്ത് ചെയ്തു? 3 × √3 എന്ന് പറയുന്നത് 3√3 ആണ്. അപ്പോൾ ആദ്യം √3 ഉണ്ട്, ആ √3നെ വീണ്ടും ഒരു √3 കൊണ്ട് ഗുണിച്ചു, 3 കിട്ടി. 3യെ വീണ്ടും ഒരു √3 കൊണ്ട് ഗുണിച്ചപ്പോൾ 3√3 കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഈ 3√3നെ വീണ്ടും എന്ത് ചെയ്യണം? √3 കൊണ്ട് ഗുണിച്ചു, √3 തന്നെ ഗുണിച്ചു പോവുകയാണ്. അപ്പോൾ 3√3 ആൻസർ കിട്ടി. അതിന് വീണ്ടും ഒരു √3 കൊണ്ട് ഗുണിക്കുമ്പോൾ √3 × √3 എന്താവും? 3 ആവും അല്ലേ. √3 × √3 3 ആണ്. ദെൻ ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3 × 3 9 എന്ന് വന്നു അല്ലേ. ഇനി 9 കിട്ടി. 9നെ എന്ത് ചെയ്യണം? എഗെയിൻ √3 കൊണ്ട് ഗുണിക്കണം അല്ലേ. 9 × √3 എത്രയാണ്? 9√3. ഇനി എന്ത് ചെയ്യണം? 9√3നെ എഗെയിൻ എന്ത് ചെയ്യുക? √3 കൊണ്ട് ഗുണിക്കുക അല്ലേ. √3 കൊണ്ട് ഗുണിക്കുമ്പോൾ √3 × 3 3 റൂട്ട് പോയി. ദെൻ ഇൻറ്റു ഇവിടെ 9 × 3 എത്രയാണ്? 27 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ കണക്ഷൻ എന്ന് നോക്കാം. 9√3 എന്ന് പറഞ്ഞാൽ 9 × √3 ആണ്. അപ്പോൾ √3 കൊണ്ട് ഗുണിക്കുന്നുണ്ട് എന്നുള്ളത് ഏകദേശം മനസ്സിലായി. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം. √3യെ √3 തന്നെ കൊണ്ട് ഗുണിച്ചാൽ
3 തന്നെയാണ് വരിക ആൻസർ. അത് അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. ഒരു റൂട്ടിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ട്, അതിനെ ആ റൂട്ടിനകത്തുള്ള ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ എന്താണ്, ആ റൂട്ട് പോയിട്ട് ആ സംഖ്യ മാത്രമായിരിക്കും. ഓക്കെ, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഓക്കെ, അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 196, 169, 144, 121, 100, 80, 64 ഇതൊരു ശ്രേണിയാണ്. ഇതിൽ തെറ്റായ സംഖ്യ ഏത് എന്നുള്ളതാണ് അല്ലേ. എന്തോ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത്, ശ്രേണി എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിൽ കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട്, ആളെ കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി അല്ലേ. അപ്പം നമുക്ക് നോക്കാം. 196, 169, 144 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്, 1 മുതൽ ഒരു 10 വരെയുള്ള സംഖ്യകളുടെയെങ്കിലും സ്ക്വയർ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊരു 15 വരെ അറിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. കാരണം എന്താണ്, നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കാം സ്ക്വയറുകളാണ് അല്ലേ. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ചെറുത് നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും. ഇവിടെ നോക്കാം 8ന്റെ സ്ക്വയർ ആണ്, ഇവിടെ 10ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. 196 എന്ന് പറയുന്നത് എത്രയുടെ സ്ക്വയർ ആണ്, 14ന്റെ സ്ക്വയർ ആണ് 196. ദെൻ 169 എന്ന് പറയുന്നത് 13ന്റെ സ്ക്വയർ ആണ്. 144 12ന്റെ സ്ക്വയർ ആണ്. 121 11ന്റെ സ്ക്വയർ ആണ്. 100 എന്ന് പറയുന്നത് എത്രയുടെയാണ്, 10ന്റെ സ്ക്വയർ ആണ്. ദെൻ 9ന്റെ സ്ക്വയർ എത്ര വരണം, 81 ആണ് വരേണ്ടത് അല്ലേ. ഇവിടെ പക്ഷെ എത്രയാണ് തന്നിരിക്കുന്നത്, 80. അടുത്തത് 8ന്റെ സ്ക്വയർ ആണ് 64. അപ്പം ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ്. 9ന്റെ സ്ക്വയർ 81 ആണ് വരേണ്ടത്. ഇവിടെ 80 ആണ് തന്നിരിക്കുന്നത്. സോ 80 ആണ് അവിടുത്തെ എന്ത് തെറ്റെന്ന് പറയുന്നത് അല്ലേ. തെറ്റായിട്ടുള്ള സംഖ്യ 80 ആണ്. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് കണ്ടെത്തിയത്, നമ്മൾ നോക്കുക, ജസ്റ്റ് ശ്രേണി നോക്കുക. സ്ക്വയർ ഒക്കെ അത്യാവശ്യം പഠിച്ചു വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 15 വരെയുള്ളതിൻ്റെ സ്ക്വയർ ഒക്കെ പഠിച്ചു വെച്ചവർക്ക് ഇത് കാണുമ്പോൾ തന്നെ എന്താണ് സ്ക്വയർ, അല്ലാത്തവർക്കും അറിയും. കാരണം 8ന്റെ സ്ക്വയർ ഇവിടെ 10ന്റെ സ്ക്വയർ ആണ് 100. 10 വരെയുള്ളത് പഠിക്കുമ്പോൾ തന്നെ ഇവിടെ 2 സ്ക്വയർ ആണെന്ന് മനസ്സിലായി. അപ്പം തന്നെ നമുക്ക് എന്താണ് ബാക്കിയുള്ളതും സ്ക്വയർ ആണ് എന്നുള്ളതൊരു ഊഹം കിട്ടും അല്ലേ. അപ്പം അങ്ങനെ നോക്കുക, ജസ്റ്റ് നോക്കി നമുക്ക് എന്താണ്. അപ്പം അതിന് കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്, 9ന്റെ സ്ക്വയർ 81 ആണ്. ഇവിടെ 80 ആണ് തന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ എത്രയാണ്, 80 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 1, 4, 10, 22, 46 അല്ലേ. ഇവിടെ എത്രയാണ്, കൂടി കൂടി പോവുകയാണ് അല്ലേ. 1 അത് കഴിഞ്ഞ് 4 ആയി, 10 ആയി, 22 ആയി. അപ്പം എത്രയോ ഒരു സംഖ്യ ഇങ്ങനെ കൂടി 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 പോവുകയാണ്. അപ്പം ഇത് എത്രയാണ്, എങ്ങനെയാണ് അത് കൂടി വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1 4 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 1 4 ആവണമെങ്കിൽ നമുക്ക് 3 കൂട്ടണം അല്ലേ. 4 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 6 കൂട്ടണം. 10 22 ആവണമെങ്കിൽ 12 കൂട്ടണം. 12 46 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 24 കൂട്ടണം അല്ലേ. അപ്പം 3, 6, 12, 24 എന്താണ് പ്രത്യേകത, 3ന്റെ ഇരട്ടിയാണ് 6, 6ന്റെ ഇരട്ടിയാണ് 12, 12ന്റെ ഇരട്ടിയാണ് 24 അല്ലേ. അപ്പം ഇരട്ടിയാണ് കൂട്ടി 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 പോകുന്നത് അല്ലേ. 1നെ 3 കൊണ്ട് കൂട്ടി 4, 4നെ എന്താണ് 3ന്റെ ഇരട്ടിയായ 6 കൊണ്ട് കൂട്ടി 10, 10നെ 6ന്റെ ഇരട്ടിയായി 12 കൊണ്ട് കൂട്ടി 22, 22നെ എന്താണ് 12ന്റെ ഇരട്ടിയായി 24 കൊണ്ട് കൂട്ടി 46. അപ്പം ഇനി നമ്മൾ എത്ര കൊണ്ട് കൂട്ടണം, 46നെ 24ന്റെ ഇരട്ടി കൊണ്ട് കൂട്ടണം അല്ലേ. 24ന്റെ ഇരട്ടി എത്രയാണ്, 48. 48 കൊണ്ട് 46നെ കൂട്ടിയാൽ എത്ര കിട്ടും, 8 6 14, 1 ശിഷ്ടം 4 4 8 1 9, 94 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് കിട്ടിയത്, നമ്മൾ ജസ്റ്റ് സംഖ്യ നോക്കുക, നമുക്ക് കൂടി കൂടി പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് വരുന്നത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 3, 6, 12 അതായത് ഇരട്ടിയാണ് കൂട്ടി 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 പോകുന്നത്. സോ നമ്മൾ എത്രയാണ് 24ന്റെ ഇരട്ടി കൂട്ടി 48 കൂട്ടിയപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 94 എന്ന് കിട്ടി. അടുത്തത് നോക്കാം. 60, 64, 32, 36, 18, 22 അല്ലേ. ഇവിടെ എന്താണ് പ്രത്യേകത, ഇവിടെ നമുക്ക് നോക്കാം എത്ര കൂടുന്നു അല്ലേ, എത്ര കൂടുന്നു അല്ലെങ്കിൽ എത്ര കുറയ്ക്കുന്നു അല്ലെങ്കിൽ എത്ര ഗുണിക്കുന്നു, എന്താണ് അവിടുത്തെ കണക്ഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ 60, 64 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 4 കൂട്ടണം അല്ലേ, 4 കൂട്ടണം. ഇനി 64, 32 ആവാന്ന് പറയുമ്പോൾ 64ന്റെ പകുതിയല്ലേ 32, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. 64ന്റെ പകുതിയാണ് 32, അതായത് 64നെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്താണ് 32 കിട്ടും അല്ലേ. 2 കൊണ്ട് ഹരിച്ചാൽ 32 കിട്ടും. 64ന്റെ പകുതിയാണ്. ഇനി 32, 36 ആവണമെങ്കിൽ എത്ര കൂട്ടണം,
4 കൂട്ടണം അല്ലേ, 32 36 ആവാൻ 4 കൂട്ടണം. ദെൻ 36 18 ആവണമെങ്കിൽ എഗെയിൻ എന്താണ് 36ന്റെ പകുതി, അതായത് 36നെ 2 കൊണ്ട് ഹരിച്ചതാണ് എന്ത് 18 എന്ന് പറയും. പകുതി എന്ന് വെച്ചാൽ എന്താണ് 2 കൊണ്ട് ഹരിക്കുക. ഇനി 18 22 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 4 കൂട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആദ്യം 4 കൂട്ടി 2 കൊണ്ട് ഹരിച്ചു, 4 കൂട്ടി 2 കൊണ്ട് ഹരിച്ചു, ദെൻ 4 കൂട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, 2 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ 22നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് 11 അല്ലേ. 11ന്റെ ഇരട്ടിയാണ് 22. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണക്ഷൻ എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. ഓക്കെ, കൂട്ടിയിട്ടാണോ, ഗുണിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഹരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും സ്ക്വയർ ആണോ, അല്ലെങ്കിൽ സ്ക്വയറിന് അടുത്ത് വരുന്നതാണോ, അല്ലെങ്കിൽ ക്യൂബാണോ, ക്യൂബിൻ്റെ അടുത്ത് വരുന്നതാണോ, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. കുറേ പ്രോബ്ലംസ് ഇതുപോലെ ഈ മെത്തേഡിൽ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്താണ് തന്നെ സ്പീഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് +4 എന്താണ്, ദെൻ 2 കൊണ്ട് ഹരിച്ചു, ദെൻ വീണ്ടും 4 കൊണ്ട് കൂട്ടി 2 കൊണ്ട് ഹരിച്ചു, 4 കൊണ്ട് കൂട്ടി 2 കൊണ്ട് ഹരിച്ചു അല്ലേ. ഇതാണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ എത്ര കിട്ടി, 11. അടുത്ത ചോദ്യം നോക്കാം. 13 169 31 ഡാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 13 169 നമുക്ക് പെട്ടെന്ന് സ്ക്വയർ ഒക്കെ പഠിച്ചവർക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് 13ന്റെ സ്ക്വയർ ആണ് എന്ത് 169 അല്ലേ. 13ന്റെ സ്ക്വയർ. അപ്പോൾ ഇനി 31ന്റെ സ്ക്വയർ എത്രയാണ്, 31ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി സ്ക്വയർ എന്താണ് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്ക്വയർ കാണാൻ എന്താണ് ഈസി ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ വേറൊരു മെത്തേഡ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 31ന്റെ സ്ക്വയർ 961 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി ഇവിടെ നോക്കുമ്പോൾ നമ്മളിവിടെ 961 ആൻസർ എഴുതിയിട്ടുണ്ട്. ഇവിടെ സെയിം വേറൊരു മെത്തേഡും കൂടെ യൂസ് ചെയ്യാം. എന്താണ്, ഇവിടെ 13 ആണ് അല്ലേ, ഇവിടെ 13, ഇവിടെ 31. നോക്കൂ, 13നെ തിരിച്ചിട്ടാൽ എന്തായി 31 ആയി അല്ലേ. 13നെ തിരിച്ചിട്ടാൽ 31 ആയി. ഇവിടെ 13, ഇവിടെ 31. ദെൻ 169, 169നെ തിരിച്ചിട്ടാൽ എന്തായി 961, 961, 961. ഓക്കെ, ആ രീതിയിലും എഴുതാം അല്ലേ. 13ന്റെ സ്ക്വയർ ആണ് 169, 13ന്റെ സ്ക്വയർ. അപ്പോൾ 31ന്റെ സ്ക്വയർ. അല്ലാതെ നോക്കുമ്പോൾ 13നെ തിരിച്ചിട്ടാൽ എന്തായി 31 ആയി അല്ലേ. 169 അതിനെ തിരിച്ചിട്ടാൽ എന്തായി 961. അപ്പോൾ ഈ 2 മെത്തേഡ് ചെയ്താലും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് 961. അടുത്ത ചോദ്യം നോക്കാം. 10 18 45 109. ഇനി അടുത്ത സംഖ്യ എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഇവിടെ നോക്കാം, 10 18 ആവാൻ എത്ര കൂട്ടണം, 10 + 8 അല്ലേ. 10 + 8 ആണ് എന്ത് 18 എന്ന് പറയുന്നത്. അപ്പോൾ 10നോട് നമ്മൾ എത്ര കൂട്ടി, 8 കൂട്ടി. ദെൻ അടുത്തത് 18 45 ആവണമെങ്കിലോ, 18 + എത്ര കൂട്ടിയാലാണ് 45 ആവുക, 27 കൂട്ടുമ്പോഴാണ് 45 ആവുക അല്ലേ. ഇനി 45 109 ആവണമെങ്കിലോ, 45 + 109 ആവണമെങ്കിൽ 64 കൂട്ടുമ്പോഴാണ് എന്താവുന്നത് 109 ആവുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? 10 + 8 കൂട്ടിയ പോലെ 10ഉം 8ഉം 18, 18ൻ്റെ കൂടെ 27 കൂട്ടി. ആദ്യം 8 കൂട്ടി, ദെൻ 27 കൂട്ടി, ദെൻ 64 കൂട്ടി. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? 8 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ക്യൂബാണ് അല്ലേ. ഇവിടെ 2ൻ്റെ ക്യൂബാണ് 8. ദെൻ 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ്. 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്യൂബുകളാണ് എന്ത് ചെയ്യുന്നത്, കൂട്ടി 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 പോകുന്നത് അല്ലേ. നമുക്ക് ഈ സംഖ്യകൾ കാണുമ്പോൾ ക്യൂബൊക്കെ പഠിച്ചവർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ 8 27 64 എന്ന് പറയുമ്പോൾ ക്യൂബുകളാണ്. 2ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്, 4ൻ്റെ ക്യൂബ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, 109നോട് ഇനി അടുത്തത് എന്ത് കൂട്ടണം, 5ൻ്റെ ക്യൂബ് കൂട്ടണം. 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്, 109 + 125 ആണ് അല്ലേ. 125 ആണ് 5ൻ്റെ ക്യൂബ്. അപ്പോൾ ഇനി കൂട്ടാലോ, 9 5 14, 1 2 1 3 2, 234 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈസി ആണ്, നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഏത് രീതിയിലൊക്കെ നമുക്ക് കണക്ഷൻസ് വരാം എന്നുള്ളത്. സ്ക്വയർ റൂട്ട് അല്ലേ, റൂട്ട്, അങ്ങനെ ക്യൂബ്, അതുപോലെ തന്നെ എന്താണ് എത്ര ആഡ് ചെയ്തിട്ടാണോ, ഹരിക്കുകയാണോ, ഗുണിക്കുകയാണോ, അങ്ങനെ എല്ലാ റിലേഷനും ഏതൊക്കെ രീതിയിൽ വരാവോ ആ രീതിയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരുപാട് ടഫുള്ളതൊന്നും എന്തായാലും ചോദിക്കില്ല, എന്തായാലും ഈസി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ തന്നെ എന്താണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ മെത്തേഡൊക്കെയാണ്, ഈ രീതിയിലൊക്കെയാണ് ചോദിക്കുക എന്നറിയാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 വീഡിയോ ആയിട്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ശ്രേണികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സംഖ്യാശ്രേണിയാണ്. ഇനി അക്ഷരശ്രേണിയുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.